ഹേസൽവുഡ് വരൂ എന്ന് പറഞ്ഞു, വന്നു. പഞ്ചാബ് കിങ്സിന്റെ മുൻനിരയുടെ നടുവൊടിച്ചു. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ഫൈനലിലേക്ക് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ അങ്ങനെ രാജകീയമായിട്ട് അവർ സീറ്റ് ഉറപ്പിച്ചിരിക്കുകയാണ്. 2009-നും 2011-നും 2016-നും ശേഷം 2025-ൽ അവർ ആ ഒരു കിരീട പോരാട്ടത്തിന്റെ ഫൈനൽ വേദിയിൽ. എന്തായാലും ഈ തവണ ആദ്യമായിട്ട് കിരീടം മുത്തമിടാൻ വേണ്ടിയിട്ട് 18 നമ്പർ ജേസിക്കാരൻ വിരാട് കോഹ്ലിക്കും സംഘത്തിനും കഴിയട്ടെ എന്നുള്ളതാണ് ഓരോ RCB ഫാൻസിന്റെയും അതുപോലെ തന്നെ ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആരാധകരുടെയും, എല്ലാവരുടെയും ഞാൻ പറയുന്നില്ല, ഒരുപാട് ആരാധകരുടെയും ഇഷ്ടം. എന്തായാലും കൃത്യമായ ക്ലച്ചും ബ്രേക്കും ആക്സിലേറ്ററും ഒക്കെ ആയിട്ട് ഒരു വമ്പൻ പ്രകടനമായിരുന്നു ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ കാഴ്ചവെച്ചത്. ഹേസൽവുഡിന്റെ വരവ് ടീമിന്റെ ബൗളിംഗ് ഓർഡറിന് വലിയൊരു ആത്മവിശ്വാസം നൽകി. 220-ന് മുകളിൽ കഴിഞ്ഞ ദിവസം കൊടുത്ത അതേ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് മികച്ച രീതിയിൽ ബൗൾ ചെയ്തു. സ്പിന്നർമാർ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നില്ല എന്നുള്ളതിന്റെ പരാതി സുയേഷ് ശർമ്മ ഗംഭീരമായ പ്രകടനത്തോടുകൂടി നികത്തി. ആ ഒരു ബൗളിംഗ് ഓർഡറിന്റെ ഈ ഒരു ബൗളിംഗ് മികവ് അടുത്ത മത്സരത്തിൽ, അതായത് ഫൈനലിലും തുടരാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ സ്വപ്നമെന്ന RCB ഫാൻസിന്റെ കാലങ്ങളായിട്ടുള്ള കാത്തിരിപ്പിന് ഒരു ഉത്തരവാകും. RCB ഫാൻസ് ഈ കിടന്ന് ബഹളം വെക്കേണ്ട കാര്യമുണ്ടോ? ഫൈനലിൽ ജയിച്ചിട്ട് ബഹളം വെച്ചാൽ മതിയല്ലോ എന്ന് ചോദിക്കുന്ന ഓരോ ആളുകളോടും എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത് ഇതൊരു പോരാട്ടത്തിനുള്ള ഉത്തരമാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ 17 സീസണായിട്ട് ഏറ്റവും കൂടുതൽ ട്രോളുകൾ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ പരാജയങ്ങളുടെ പേരിൽ നേരിടുന്ന ടീം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയമില്ലാണ്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റും, അത് RCB ഫാൻസ് ആണെന്നുള്ളത്. മറ്റു പല ടീമുകൾക്കും കപ്പില്ലായിരിക്കും, പലപ്പോഴും താഴേക്ക് പോകുന്നുണ്ടായിരിക്കും. പക്ഷേ കാൽക്കുലേറ്റർ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ടീമിന്റെ പെർഫോമൻസിന്റെ പേരിലൊക്കെ ഒരുപാട് കളിയാക്കലുകൾ ഈ ഒരു ടീം കേട്ടിട്ടുണ്ടാവും. കഴിഞ്ഞ 5 വർഷം എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും 4ഓളം പ്ലേ ഓഫുകളിൽ ഈ ടീം എത്തിയിട്ടുണ്ട്. ഒരൊറ്റ തവണയാണ് ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്ന് പുറത്തു പോയിട്ടുള്ളത്. IPLന്റെ മൊത്തം ചരിത്രം എടുത്തു നോക്കിയാലും പ്ലേ ഓഫുകളിൽ ഏറ്റവും കൂടുതൽ കളിച്ച ടീമുകളിൽ ഒന്നാണ് RCB. പക്ഷേ കിരീടം എന്ന സ്വപ്നം, ഫൈനൽ എന്ന യാഥാർത്ഥ്യം ഒരുപാട് കാലമായിട്ട് അകന്നു നിൽക്കുന്ന ഒരു ടീമുമാണ്. ഈ തവണ അവർ ഫൈനലിലെത്തി. ഇനി ലക്ഷ്യം ആ കപ്പിലേക്കാണ്. ആരാധകർ കാത്തിരിക്കുന്ന ആ ഉത്തരത്തിലേക്കാണ്. അവർ ഫൈനലിലെത്തിയതിന്റെ അഹങ്കാരം പറയല്ല, എല്ലാ വർഷവും ഒരുപാട് ട്രോൾ അയച്ച് കളിയാക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടെന്നേ. അവരോടൊന്നേ പറയാനുള്ളൂ, ഫൈനലിലുണ്ട്. ഇനി ബാക്കിയൊക്കെ ഓരോ മത്സരത്തിനനുസരിച്ചിരിക്കും. ഇതൊരു ക്രിക്കറ്റാണ്, ഒരു ഗെയിമാണ്. ഓരോ ദിവസങ്ങളുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് എല്ലാം മാറി പറയാൻ സാധ്യതയുണ്ട്. പക്ഷേ തലയുയർത്തിപ്പിടിച്ച ആ ഒരു ടീം ഉണ്ടാവും. വിജയത്തിലും പരാജയത്തിലും ഫാൻസ് ആ ടീമിനോടൊപ്പം ഉണ്ടാവും. അതാണ് ആ ടീമിന്റെ ആത്മവിശ്വാസം. അതാണ് ആ ടീമിന്റെ കിരീടങ്ങളെക്കാൾ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു സ്റ്റോറി. ഇത് RCBയുടെ കഥയാണ്. അതൊരു വല്ലാത്ത കഥയാണ്.